അമ്മാ ബഅദ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്തുകൾ നമുക്കറിയാം അനേക രൂപത്തിലുണ്ട്. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാം അവയിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്തരവുമായ ഇബാദത്ത്, അത് ആരാധനയുടെ മജ്ജ എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയാണ്, ദുആയാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. മാത്രമല്ല, ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലൈസ ഷൈഉൻ അക്റമു അലല്ലാഹി തആല മിനദ് ദുആ. അള്ളാഹുവിന്റെ അടുക്കൽ ദുആഇനേക്കാൾ മഹത്തരമായ മറ്റൊരു കാര്യവും ഇല്ല. ഈ ആശയം വരുന്ന ഒട്ടേറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കഥയുമാണ് ഇവയിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നിർബന്ധമായും സുന്നത്തായും ധാരാളം പ്രാർത്ഥനകൾ ഒട്ടേറെ തവണ നിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിങ്കിൽ സ്വീകാര്യോഗ്യമാവണമെങ്കിൽ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത്. ഇതിൽ ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസ് ആണ്. ഇഖ്ലാസ് എന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കുക എന്നതാണ്. അള്ളാഹു പറയുന്ന സൂറത്ത് ശുഅറായിലെ 3-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദിബീൻ. നീ നബിയെ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്, എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി പോകും. വ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. അള്ളാഹുവിന്റെ റസൂലെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്യുക, അവനുള്ള ദുആയിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഈ രൂപത്തിൽ തൗഹീദിന്റെ ആശയങ്ങൾ വിവരിക്കുന്ന ഒട്ടേറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളും ആയത്തുകളും തൗഹീദിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതും ശിർക്കിനെ നിഷേധിക്കുന്നതുമായ ഒട്ടേറെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഒന്നാമത്തെ നിബന്ധന ദുആ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, അതിൽ ഇഖ്ലാസ് ഉണ്ടാവണം എന്നതാണ്. രണ്ടാമതായി ദുആയിൽ ഇത്തിബാ ഉണ്ടാവണം. ഇഖ്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടത്. പ്രാർത്ഥനയല്ലേ നല്ലതല്ലേ എന്ന് കരുതി പ്രാർത്ഥനകൾക്ക് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത രൂപഭാവങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുവാൻ നമുക്ക് അധികാരമില്ല. ഒരിക്കൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലെത്തിയാൽ ചൊല്ലേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. പ്രസ്തുത പ്രാർത്ഥനയിൽ വബിനബിയിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. പക്ഷേ ബറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് തിരിച്ചു കേൾപ്പിച്ചപ്പോ വബി റസൂലിക എന്നാണ് പറഞ്ഞത്. വബിനബിയിക എന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് വബി റസൂലിക എന്നാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി അദ്ദേഹത്തെ തിരുത്തി. അവിടുന്ന് പറഞ്ഞു, അങ്ങനെയല്ല, വബിനബിയിക എന്നാണ് പറയേണ്ടത് എന്ന് കൃത്യമായി തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സ്വഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം നമ്മൾ നോക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കേട്ടു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, അള്ളാഹുവേ, നിന്നോട് ഞാൻ സ്വർഗവും അതിലുള്ള സുഖാനുഭവങ്ങളെല്ലാം ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വനഈമഹാ വബഹ്ജതഹാ വകദാ വകദാ വഅഊദു ബിക മിനൻ നാരി വസലാസിലിഹാ വഅലാലിഹാ കദാ വകദാ. അതേപോലെ നരകത്തിലെ ചങ്ങലകളിൽ നിന്നും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. എങ്ങനെ അദ്ദേഹം പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭാവിയിൽ ഒരു കാലം വരാനുണ്ട്, ആ സമയത്ത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അതിര് കവിയുന്ന ഒരു കൂട്ടർ ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ അവരിൽ ഉൾപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പോ പ്രാർത്ഥനയിൽ അതിര് കവിയുക എന്ന് പറയുമ്പോൾ
പുതിയ തരം പ്രാർത്ഥനകൾ സൃഷ്ടിച്ചുണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സന്ദർഭങ്ങളിൽ പഠിപ്പിക്കാത്ത രൂപത്തിൽ കൂട്ടമായും മറ്റുമുള്ള പല പ്രാർത്ഥനകളും സൃഷ്ടിച്ചുണ്ടാക്കുക. തനിക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ പുതിയ രീതികൾ നിർമ്മിക്കുക മുതലായവ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ആയി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തിബാ ഉണ്ടാവണം എന്നതാണ്. മൂന്നാമത്തെ നിബന്ധന എന്നത് നമ്മൾ യഖീൻ ഉണ്ടാവുക, അഥവാ ഉറച്ച വിശ്വാസം പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഉണ്ടാവുക. കാരണം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ സംശയമോ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ വചനം വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, വല്ലവനും അള്ളാഹുവിനോട് തഖ്വ പുലർത്തുന്ന പക്ഷം അള്ളാഹു അവന് എല്ലാറ്റിനും ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. അള്ളാഹുവിന്റെ ചോദ്യം നമുക്കറിയാം, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അതിന്റെ ഒരു അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ. അപ്പോൾ ഇതേപോലെ യഹ്യാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന് പ്രായമേറെയായിരിക്കുന്നു, എല്ലുകൾക്ക് ബലക്ഷയം ബാധിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന് ബലക്ഷയം ബാധിച്ചു. പക്ഷെ വാർദ്ധക്യത്തിൽ പോലും ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന വചനം എന്താണ്? വലം അക്കുംബി ദുആഇക റബ്ബി ശഖിയ്യ, എന്റെ രക്ഷിതാവേ, എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടുകയും മദ്യനിലേക്ക് രക്ഷപ്പെട്ടോടുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പാറപ്പുറത്ത് മാറിയിരുന്നു കൊണ്ട് നടത്തിയ മനോഹരമായ പ്രാർത്ഥന, സുമ്മ തവല്ല ഇലൽ ളില്ലി ഫഖാല റബ്ബി ഇന്നമാ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. അപ്പോ പറഞ്ഞു വരുന്നത്, അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന ഉറച്ച വിശ്വാസത്തോടു കൂടി, അള്ളാഹുവിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി, യഖീനോട് കൂടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത് എന്നാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അള്ളാഹുവിനോട് ഒപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങളെ സഹായിക്കുവാൻ അവനല്ലാതെ മറ്റാരുണ്ട് എന്ന അള്ളാഹുവിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് നാം നൽകുന്ന ഉത്തരം, നിങ്ങൾക്കൊരു അള്ളാഹു മാത്രം, ഞങ്ങൾക്ക് ഔലിയാക്കളുണ്ട് സഹായിക്കാൻ എന്നാണെങ്കിൽ തീർച്ചയായും എത്ര കഷ്ടമായിരിക്കും നമ്മുടെ കാര്യം എന്നാണ്. നാലാമത്തെ നിബന്ധന എന്നത് ഉറച്ച പ്രതീക്ഷയാണ്. ഒന്നാമത്തത് ഇഖ്ലാസാണ്, രണ്ടാമത്തത് ഇത്തിബാ ആണ്, മൂന്നാമത്തത് ഉറച്ച വിശ്വാസമാണ്, നാലാമത്തത് ഉറച്ച പ്രതീക്ഷയാണ്. ഉത്തരം കിട്ടുമോ എന്ന സംശയത്തിൽ ചോദിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് ഉറപ്പ് ചെയ്യുന്നത്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോട് പ്രാർത്ഥിക്കണം. രണ്ട്, പ്രാർത്ഥനാ വേളയിൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയരുത്. അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അഞ്ചാമതായി, നമ്മൾ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവനോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. നിഷിദ്ധമായ കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മര്യാദകേടിൽപ്പെട്ടതാണ് നിഷിദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുക എന്നത്. വലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅത്തി റഹ്മിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, തിന്മയ്ക്ക് വേണ്ടിയോ കുടുംബ ബന്ധം മുറിക്കുന്നതിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നത് വരെ അവന്റെ ദുആക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഈ 5 നിബന്ധനകൾ, പ്രധാനമായ 5 നിബന്ധനകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം വളരെ മനോഹരമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയതും കാണാൻ കഴിയും. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഖാല ഇന്നി ല അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആഇ ഫഇദൽ ഹിംതു ദുആ ഫഇന്ന. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന വ്യാകുലതയിലല്ല ഉള്ളത്, മറിച്ച് ശരിയായി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എന്നതാണ് എൻ്റെ വ്യാകുലത. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വഴി തുറക്കപ്പെട്ടാൽ അള്ളാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കും
അള്ളാഹുവിന്റെ ഉത്തരം അതിനോടൊപ്പം തന്നെയുണ്ട്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെടുന്നത് എന്താണ്? പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമോ എന്ന വിഷയത്തിലല്ല, മറിച്ച് പ്രാർത്ഥനയുടെ നിബന്ധനകൾ പൂർത്തീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തനിക്ക് സാധ്യമാകുമോ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന് ആശങ്കയുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് മൂന്നിൽ ഒരു രീതിയിലായിരിക്കും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒന്ന്, അള്ളാഹു ചോദിച്ച കാര്യം അതേപടി അതേപോലെ ഉടനടി നമുക്ക് നൽകുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറയാറുള്ളത്. രണ്ടാമത്തെ രൂപം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പകരമായി നമ്മെ ബാധിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസം അള്ളാഹു നമ്മിൽ നിന്നും നീക്കലാണ്. രോഗമോ ദാരിദ്ര്യമോ പോലുള്ള ഭൗതികമായ പ്രയാസങ്ങളോ മറ്റ് ഫിത്തനകളോ അള്ളാഹു നമ്മിൽ നിന്ന് അകറ്റിയത് നമ്മുടെ പ്രാർത്ഥനകൾ കാരണമായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു പരലോകത്ത് ഉന്നതമായ പ്രതിഫലം നൽകുന്നതാണ്. ആരാധനയിൽ ഏറ്റവും മഹത്തരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്ക് അവൻ പരലോകത്ത് നൽകുന്ന പ്രതിഫലത്തിന്റെ വലുപ്പവും വിശാലതയും ഒരാൾക്കും ചിന്തിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഈ മൂന്ന് വഴികളിൽ ഏതും അള്ളാഹു നമുക്ക് തുറന്നു നൽകാം എന്ന ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറേണ്ടത്. ആ രൂപത്തിൽ പ്രാർത്ഥനയിൽ മുന്നേറുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.